Hi students, welcome to our new class of Irrigation Engineering. Today we discussing about flood and flood discharge. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലഡിനെ കുറിച്ചും ഫ്ലഡിൻ്റെ പീക്ക് എസ്റ്റിമേഷൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ചില എംപിരിക്കൽ മെത്തേഡ്സിനെ കുറിച്ചുമാണ്. നമ്മൾ പീക്ക് ഫ്ലഡ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ഫോർമുലാസാണ് മെയിനായിട്ട് നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. വാട്ട് യു മീൻ ബൈ ഫ്ലഡ്? എന്താണ് ഒരു ഫ്ലഡ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എ ഫ്ലഡ് ഈസ് ആൻ അൺയൂഷ്വലി ഹൈ സ്റ്റേജ് ഇൻ റിവർ, നോർമലി ദ ലെവൽ അറ്റ് വിച്ച് ദ റിവർ ഓവർഫ്ലോസ് ഇറ്റ്സ് ബാങ്ക്സ് ആൻഡ് ഇനണ്ടേറ്റ്സ് ദ അഡ്ജോയിനിങ് ഏരിയാസ്. ഫ്ലഡ് എന്ന് പറയുന്നത് ഒരു റിവറിൻ്റെ ഹൈ സ്റ്റേജിനെയാണ്. ഒരു റിവറിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം വാട്ടർ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ ഫ്ലഡ് എന്ന് വിളിക്കുന്നത്. അതായത് വെള്ളപ്പൊക്കം എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഉൾക്കൊള്ളാവുന്നതിലും അധികം വെള്ളം വന്നാൽ ആ ഒരു റിവർ ഓവർഫ്ലോ ചെയ്യുമല്ലേ. ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത വാട്ടർ അഡ്ജോയിനിങ് ഏരിയാസിലേക്ക് എൻ്റർ ചെയ്യും. ആൻഡ് ദ ഡാമേജസ് കോസ്ഡ് ബൈ ഫ്ലഡ്സ് ഇൻ ടേംസ് ഓഫ് ലോസ് ഓഫ് ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് എക്കോണമിക് ലോസ് ഡ്യൂ ടു ഡിസ്ട്രപ്ഷൻ ഓഫ് എക്കോണമിക് ആക്ടിവിറ്റി ആർ ഓൾ ടു വെൽ നോൺ. ഈ ഒരു ഫ്ലഡ് കൊണ്ട് ഹ്യൂമൻ ലൈഫിനും എൻവയോൺമെൻറ്റലിനുമൊക്കെ ഒരുപാട് ഡാമേജസ് ഉണ്ടാവുന്നുണ്ട്. നമുക്കതിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഡാമേജസ് ഒക്കെ അറിയാവുന്ന കേസാണ്. നമ്മുടെ കേരളം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഫ്ലഡിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടല്ലേ. അവിടെ എന്താണ് ഒരുപാട് ഹ്യൂമൻ ലോസസും നാശനഷ്ടങ്ങളും എൻവയോൺമെൻറ്റൽ ചേഞ്ചസൊക്കെ വന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ എക്കോണമിയെ തന്നെ സാരമായി ബാധിച്ചിട്ടുള്ള കേസാണ്. നെക്സ്റ്റ് പോയിന്റ്, തൗസൻഡ്സ് ഓഫ് ക്രോർസ് ഓഫ് റുപ്പീസ് ആർ സ്പെൻഡ് എവറി ഇയർ ഇൻ ഫ്ലഡ് കൺട്രോൾ ആൻഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ്. ഇവിടെ ഈ ഒരു ഫ്ലഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടും റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമെല്ലാം ഒരുപാട് ക്യാഷ്, അതായത് തൗസൻഡ്സ് ഓഫ് ക്രോർസ് ഓഫ് റുപ്പീസ് നമ്മൾ ഓരോ വർഷവും ചിലവാക്കുന്നുണ്ട്. ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് മീൻ ചെയ്യുന്നത് ഒരു ഫോർസി അല്ലെങ്കിൽ ഫ്ലഡ് വരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ മുൻകൂട്ടി പ്രവചിക്കുക. ദ എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫ്ലഡ് പീക്ക്, ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആർ അവൈലബിൾ. ഈ ഒരു ഫ്ലഡ് പീക്കിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 മെത്തേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് റാഷണൽ മെത്തേഡ്സ്, സെക്കൻഡ് എംപിരിക്കൽ മെത്തേഡ്സ്, തേർഡ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ടെക്നിക്ക്, ഫോർത്ത് വൺ ഫ്ലഡ് ഫ്രീക്വൻസി സ്റ്റഡീസ്. ഇപ്പോൾ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത ആൾട്ടർനേറ്റീവ് മെത്തേഡ്സിൽ മെയിനായിട്ട് നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ളത് എംപിരിക്കൽ മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുലാസ്. എംപിരിക്കൽ ഫോർമുല. ദ എംപിരിക്കൽ ഫോർമുല യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് ദി ഫ്ലഡ് പീക്ക് ആർ എസെൻഷ്യലി റീജിയണൽ ഫോർമുല ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ correlation of the observed peak and important catchment properties. എംപിരിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു റിവറിൻ്റെയോ സ്ട്രീംസിൻ്റെയോ ഫ്ലഡ് പീക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എംപിരിക്കൽ ഫോർമുലാസ് ഒരു റീജിയണൽ ഫോർമുലയാണ്. അത് ഒരു റീജിയൺ അല്ലെങ്കിൽ ഏരിയയ്ക്ക് അനുസരിച്ച് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലെ ക്യാച്ച്മെൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എംപിരിക്കൽ ഫോർമുലാസ് ഡിറൈവ് ചെയ്യുന്നത്. To simplify the forms of equation, only a few of many parameters affecting the flood peak are used. ഇവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഓരോ ഇക്വേഷൻസും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അതുപോലെ ഓരോ ഇക്വേഷൻസിലും കുറച്ച് പാരാമീറ്റേഴ്സ് മാത്രമാണ് ഫ്ലഡ് പീക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ഫോർമുല യൂസ് ദ ക്യാച്ച്മെൻറ്റ് ഏരിയ ആസ് എ പാരാമീറ്റർ അഫക്റ്റിംഗ് ദ ഫ്ലഡ് പീക്ക് and most of them neglect the flood frequency as a parameter. എല്ലാ ഫോർമുലാസിലും വരുന്ന ഒരു ബേസിക് പാരാമീറ്ററാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ. അതുപോലെ തന്നെ ഒരു പാരാമീറ്ററാണ് ഫ്ലഡ് ഫ്രീക്വൻസി. ഈ ഫ്ലഡ് ഫ്രീക്വൻസിയെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്താണ് എംപിരിക്കൽ ഫോർമുലാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദ എംപിരിക്കൽ ഫോർമുല ആർ അപ്ലിക്കബിൾ ഓൺലി in the region from which they were developed, and when applied to other areas they can at best give approximate values. നമ്മൾ പറഞ്ഞു ഈ എംപിരിക്കൽ ഫോർമുലാസ് ഒരു റീജിയണൽ ഫോർമുലയാണെന്ന്.
അത് ഒരു ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അവിടുത്തെ ക്യാച്ച്മെൻറ്റ് പ്രോപ്പർട്ടിയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ഇക്വേഷൻസ് വേറെ ഏരിയാസിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ ഇനി ഫ്ലഡ് പീക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനുള്ള ഓരോ എംപിരിക്കൽ ഫോർമുലാസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അതിലെ ആദ്യത്തെ ഫോർമുലയാണ് ഡിക്കൻസ് ഫോർമുല. For the simplest of the empirical relations are those which relate the flood peak to the drainage area. The maximum flood discharge QP from a catchment area A given by this formula as QP is equal to CD into A raised to 3/2. ഒരു ഡ്രെയിനേജ് ഏരിയയിലെ ഫ്ലഡ് പീക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സിമ്പിൾ ഫോർമുലയാണ് ഡിക്കൻ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡ്രൈനേജിൻ്റെ മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജാണ്. അതിനെ നമുക്ക് ക്യൂ പി എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ ഈ ഒരു ക്യൂ പി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് ക്യൂ പി ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു എ റൈസ് ടു 3/2. ക്യൂ പി എന്ന് പറയുന്നത് മുന്നേ പറഞ്ഞിരുന്നു മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജാണ്. അതുപോലെ സി ഡി എന്ന് പറയുന്നത് ഡിക്കൻസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഒരു റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് 6 to 30. അതിന് യൂണിറ്റ് ഒന്നുമില്ല, ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ റേഞ്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 to 30. ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചും അതും ഡിക്കൻസ് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് എ എന്നുള്ളത് ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. അതിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ സ്ക്വയർ ആണ്. ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആ ഏരിയയിൽ ഉണ്ടാവുന്ന മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഓരോ ഏരിയനെ ബേസ് ചെയ്തിട്ടും ഡിക്കൻസ് കോൺസ്റ്റൻറ്റിൻ്റെ റേഞ്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ ഏരിയയിലും ഡിക്കൻ കോൺസ്റ്റൻറ്റ് വാല്യൂസ് എത്രയാണെന്നൊക്കെ നോക്കാം. ദ ഫോളോയിങ് ആർ ദ ഗൈഡ് ലൈൻസ് ഇൻ സെലക്ടിങ് ദ വാല്യൂ ഓഫ് സി ഡി. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ വരുന്ന സി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഹില്ലി റീജിയൻസിൽ വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 11 to 14 ആണ് വരുന്നത്. ആ ഒരു റേഞ്ചിലാണ് സി ഡി നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് സെൻട്രൽ ഇന്ത്യ, സെൻട്രൽ ഇന്ത്യയിൽ വരുന്ന സി ഡി വാല്യൂ ആണ് 14 to 28. 14 മുതൽ 28 വരെയാണ് നമ്മൾ സി ഡി വാല്യൂസ് കൺസിഡർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ കോസ്റ്റൽ ആന്ധ്ര ആൻഡ് ഒഡീഷ, ഈ ഒരു പ്രദേശങ്ങളിൽ വരുന്ന സി ഡി വാല്യൂ എന്ന് പറയുന്നത് 22 to 28 ആണ്. For actual use, the local experience will be of aid in the proper selection of CD. Dickens formula is used in the central and northern part of the country. ഈ ഒരു സി ഡി വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഡിക്കൻസ് ഫോർമുല കൂടുതലായും യൂസ് ചെയ്യുന്നത് സെൻട്രൽ ഇന്ത്യയിലും, മീൻസ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എക്സെട്ര ഈ സ്റ്റേറ്റുകളിൽ വരുന്ന റീജിയൻസിലാണ്. അതുപോലെ നോർത്തേൺ പാർട്ട് ഓഫ് ദ കൺട്രിയിലും നമ്മൾ ഈ ഒരു ഡിക്കൻസ് ഫോർമുലയാണ് യൂസ് ചെയ്ത് വരാറുള്ളത്. ഈ ഒരു ഡിക്കൻ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് പീക്ക് ഫ്ലഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത ഒരു ഫ്ലഡ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണ് റൈവ്സ് ഫോർമുല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യൂ പി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജിനെയാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് ക്യൂ പി ഈസ് ഈക്വൽ ടു സി ആർ ഇൻറ്റു എ റൈസ് ടു 2/3. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂ പി എന്ന് പറയുന്നത് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ആണ്. സി ആർ എന്ന് പറയുന്നത് റൈവ്സ് കോയിഫിഷ്യൻ്റ് ആണ്. അതുപോലെ എ എന്ന് പറയുന്നത് ക്യാച്ച്മെൻറ്റ് ഏരിയയാണ്. ക്യാച്ച്മെൻറ്റ് ഏരിയ കിലോമീറ്റർ സ്ക്വയറിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈവ്സ് ഫോർമുല എന്ന് പറയുന്നത് ക്യൂ പി ഈസ് ഈക്വൽ ടു സി ആർ ഇൻറ്റു എ റൈസ് ടു 2/3 ആണ്. This formula, originally developed for the Tamil Nadu region, is used in Tamil Nadu and part of Karnataka and Andhra Pradesh. ഈ ഒരു റൈവ്സ് ഫോർമുല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് റീജിയൻസിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഫോർമുല വെച്ച് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് തമിഴ്നാട്, കർണാടകയുടെയും ആന്ധ്രാപ്രദേശ് എന്നീ സ്റ്റേറ്റുകളിൽ വരുന്ന ഡിഫറെൻറ്റ് പാർട്സുകളിലുമാണ്. ഓരോ റീജിയൻ വൈസ് വരുന്ന റൈവ്സ് കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂസാണ് ഇനി പറയുന്നത്. ഇവിടെ ഓരോ റീജിയൻസിലും വരുന്ന സി ആർ വാല്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. സി ആർ ഈസ് ഈക്വൽ ടു 6.84 ഏരിയാസ് വിത്ത് ഇൻ 80 കിലോമീറ്റർ ഫ്രം ദി ഈസ്റ്റ് കോസ്റ്റ്. അതായത് ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് മാറി 80 കിലോമീറ്റേഴ്സാണ്
ആ ഒരു ഏരിയ വരുന്നതെങ്കിൽ 6.8 ആണ് CR വാല്യൂ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 8.5 ഫോർ ഏരിയാസ് വിച്ച് ആർ 80 to 160 കിലോമീറ്റർ ഫ്രം ദ ഈസ്റ്റ് കോസ്റ്റ്. 80 to 160 റേഞ്ചിലാണ് ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് ഏരിയ മാറി വരുന്നതെങ്കിൽ 8.5 ആണ് CR വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. 10.2 ഫോർ ലിമിറ്റഡ് ഏരിയാസ് നിയർ ഹിൽസ്. ഹിൽസിൻ്റെയൊക്കെ നിയർ പോർഷനിലാണെങ്കിൽ 10.2 ആണ് CR വാല്യൂ എടുക്കേണ്ടത്. മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെയും ഫോർമുലാസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ മെയിനാണ് ഇംഗ്ലീഷ് ഫോർമുല. അത് നമുക്ക് സിലബസ് അനുസരിച്ച് പഠിക്കാനൊന്നുമില്ല, എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. QP is equal to 124A divided by A plus 10.4 all raised to 1/2 ആണ് ഇംഗ്ലീഷ് ഫോർമുല വരുന്നത്. ഇത് മെയിനായിട്ട് വെസ്റ്റേൺ ഗട്ടിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മഹാരാഷ്ട്രൻ്റെ വെസ്റ്റേൺ ഗട്ടിലാണ് ഇംഗ്ലീഷ് ഫോർമുല യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുള്ളേഴ്സ് ഫോർമുല വരുന്നുണ്ട്. ഫുള്ളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് QTP is equal to CF A raised to 0.8 divided by 1 plus 0.8 log T ആണ് വരുന്നത് ഇക്വേഷൻ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് USA-ലാണ്. ഇതിൽ T എന്ന് പറയുന്നത് റിട്ടേൺ ടൈമാണ്. അതുപോലെ തന്നെ CF എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് റേഞ്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇക്വേഷനാണ് QMP is equal to 3025A divided by 287 plus A all raised to 0.78. ഇതും നമുക്ക് ഒരു മാക്സിമം ഫ്ലഡ് ലെവൽ റെക്കോർഡ്സ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഇത് നമ്മൾ ത്രൂ ഔട്ട് വേൾഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനും കൂടിയാണ്. ഡിക്കൻ ഫോർമുലയും അതുപോലെ തന്നെ റൈസ് ഫോർമുലയും യൂസ് ചെയ്തു വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. പ്രോബ്ലം ഞാൻ വായിക്കാം. എസ്റ്റിമേറ്റ് ദ മാക്സിമം ഫ്ലഡ് ഫ്ലോ ഫോർ ദി ഫോളോയിങ് കാച്ച്മെൻറ്റ് ബൈ യൂസിങ് അപ്രോപ്രിയേറ്റ് എംപിരിക്കൽ ഫോർമുല. അതിൽ ഫസ്റ്റ് A1 ഏരിയ തന്നിട്ടുണ്ട് 40.5 കിലോമീറ്റർ സ്ക്വയർ ഇൻ ഗംഗറ്റിക് പ്ലെയിൻ. നെക്സ്റ്റ് A2 is equal to 40.5 കിലോമീറ്റർ സ്ക്വയർ ഇൻ കാവേരി ഡെൽറ്റ തമിഴ്നാടു. അപ്പോൾ ഈ രണ്ട് റീജിയൻസിലെ മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഗംഗാറ്റിക് പ്ലെയിനിൽ വരുന്ന ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മളെ നോർത്തേൺ സൈഡിലാണല്ലേ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? ആ ഒരു റീജിയനിലെ ഫ്ലഡ് ഡിസ്ചാർജ് കാണാൻ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? ഡിക്കൻസ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നോർത്തേൺ പ്ലെയിനിൽ വരുന്ന കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 6.0 ആണ്. അത് നമുക്ക് ആ ടേബിളിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതിനെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ CD × A raised to 3/4. അതിൽ CDൻ്റെ വാല്യൂ നമുക്കറിയാം 6.0 ആണ്. ഇൻറ്റു ഏരിയ നമുക്കറിയാം 40.5 കിലോമീറ്റർ സ്ക്വയർ ആണ്. സോ 40.5 all raised to 3/4 എഴുതാം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 96.3 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യണം. അവിടെ ഏരിയ തന്നിട്ടുണ്ട്. A2 is equal to 40.5 കിലോമീറ്റർ സ്ക്വയർ ഇൻ കാവേരി ഡെൽറ്റ തമിഴ്നാടു. കാവേരി ഡെൽറ്റ റീജിയൻസിൽ വരുന്ന മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ കാവേരി ഡെൽറ്റ റീജിയനിൽ വരുന്ന ഇക്വേഷൻ ഫോർമുല ഏതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? റൈസ് ഫോർമുലയാണല്ലേ. റൈസ് ഫോർമുലയിൽ CR വാല്യൂ നമുക്ക് അറിയാം. CR വാല്യൂ എന്ന് പറയുന്നത് 6.8 ആണ് പ്രിഫേർഡ് ആയിട്ടുള്ള വാല്യൂ. അത് വെച്ചിട്ട് നമുക്ക് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. QP is equal to CR × A raised to 2/3. ആ ഇക്വേഷനിൽ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ CR വാല്യൂ നമുക്കറിയാം 6.8 ആണ്. ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് 40.5 കിലോമീറ്റർ സ്ക്വയർ തന്നെയാണ്. സോ നമുക്ക് 40.5 all raised to 2/3 എന്ന് എഴുതാം. അപ്പോൾ 6.8 × 40.5 all raised to 2/3. അത് നമുക്ക് സോൾവ് ചെയ്താൽ 80.2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. അതാണ് അവിടെ ഉണ്ടാകുന്ന ഫ്ലഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്.